ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹരീഷിനെ കാണാൻ വേണ്ടി നീതു ഷോപ്പിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മെസ്സേജ് വരുന്നില്ല, ടൈപ്പിംഗ് മാത്രമേ കാണുന്നുള്ളൂ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നീയല്ലേ പെണ്ണെ ബ്രേക്കപ്പ് ആയിട്ട് പോയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാതിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ സുധീഷിൻ്റെ അടുത്ത് നീതി ചോദിക്കുന്നുണ്ട്, പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ്, സുധീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നെ വിളിച്ച് ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ചു. അന്നൊരിക്കലും ഇതുപോലെ ഡിവോഴ്സിന് അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ആൾ വിളിച്ച് വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ആരാണ് വിളിച്ച് പറയുന്നതെന്ന് അറിയില്ല, സുധീഷാണോ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നമുക്ക് നാളെ എന്തായാലും പോയി കാണാം, എന്നിട്ട് സാറിൻ്റെ അടുത്ത് ചോദിക്കാം, ഞാൻ പോയി ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിധി നേരിട്ട് അയാളെ പോലീസ് ഓഫീസറെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, നാളെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം, സാർ അവിടെ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവും, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. രാത്രിയായപ്പോൾ സുധീഷ് എണിച്ച് കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളിന് മേലെ വെക്കുന്നുണ്ട്. മെഴുകുതിരിയൊക്കെ കത്തിച്ച ശേഷം സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും വിളിക്കുന്നുണ്ട് കേക്ക് മുറിക്കാൻ. അവരെ എണീറ്റത് കണ്ടതും അയ്യോ നിധിയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നീ നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് സാരമില്ല, ഞാൻ നേരത്തെ അറിയായിരുന്നു, അപ്പോൾ നേരത്തെ കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞ സർപ്രൈസ് പൊളിയില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് നിധിയെ വിളിക്കാൻ പോകാൻ നിൽക്കുമ്പോൾ നീ വിളിക്കണ്ട, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സുധീഷ് പോകുന്നുണ്ട്. പോയി നിധിയെ കൂട്ടിയിട്ട് വന്നതും നിധി ആകെ സർപ്രൈസ് ആവുകയാണ് കേക്ക് കണ്ടതും. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആരാ കേക്ക് മേടിച്ച് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആരുടെ അടുത്തും പറയാതെ രാത്രി തന്നെ പോയി മേടിച്ചിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. നിധിക്ക് അത് കണ്ടതും വളരെ സന്തോഷം വന്നുണ്ട്, മുഖത്ത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഫേസ് കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ കേക്ക് മുറിച്ച് സുധീഷ് ആന്ന് പറഞ്ഞിട്ട് വായു പൊളിക്കുമ്പോഴേക്കും നിധി കയ്യിൽ കൊടുക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നികേഷിന് മാത്രം കേക്ക് വായിൽ കൊടുക്കുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും കയ്യിൽ തന്നെയാണ് കൊടുക്കുന്നത്. സുധീഷിന് വായിൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ നികേഷും ഹരീഷും സുഭാഷും കൂടെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതും അച്ഛൻ എണീറ്റ് വരികയാണ്, എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കേക്ക് കണ്ടതും നിധിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നോ, അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധിക്ക് ഒരു പാട്ട് പാടിത്തരട്ടെ എന്ന് ചോദിച്ചിട്ട് പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.